ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് പടവലങ്ങ പരിപ്പ് കറി ഉണ്ടാക്കണമെന്ന് നോക്കാം. അത് ഊടിനൊപ്പം വിളമ്പാനായിട്ട് നല്ലൊരു കറിയാണ്. അപ്പം നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൈ വ്ളോഗ് ചെയ്ത് പോയിട്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനാവശ്യമായിട്ട് വേണ്ടത് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ്, അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം, ഗ്രീൻ ചില്ലി 2-3 എണ്ണം, കറി ലീവ്സ് എല്ലാം ഇട്ട് അത് വേവിക്കുക. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ 2 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് അടുപ്പിക്കണം. അപ്പം ഞാനിത് വെറുതെ വേവിക്കുകയാണ്. അതിൽ കുറച്ച് സബോളയും കൂടെ ഇടണം. അപ്പം ഇതിലോട്ട് ആവശ്യമായ ചേരുവകൾ കോക്കനട്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണം. അതിലോട്ട് 2-3 ഗ്രീൻ ചില്ലി, പിന്നെ 1 ടീസ്പൂൺ ക്യൂമിൻ, ഷാലോട്ട്സ് ചെറിയുള്ളി 4 എണ്ണം, ഗാർലിക്ക് 3-4 എണ്ണം, ഗ്രീൻ ചില്ലി 3 എണ്ണം, പിന്നെ കുറച്ച് കറി ലീവ്സും കൂടിയിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ഇടാം. അപ്പോൾ പടവലങ്ങ അരിയുമ്പോൾ നല്ലപോലെ അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അത് എന്നിട്ട് നല്ലപോലെ ഇട്ട് വേവിക്കണം. ഇതിലോട്ട് കുറച്ച് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രൈൻഡഡ് കോക്കനട്ട് നമുക്ക് ഇടാം. ഇപ്പോൾ ഇതിൽ അധികം വെള്ളമില്ല ഞാൻ വെച്ചിരിക്കുന്നതിൽ, അതുകൊണ്ട് ഞാനിതിലോട്ട് വെള്ളം ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യം വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം വെള്ളം വെക്കുക, അത് നല്ല ചാറ് കറിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല. ഇപ്പോൾ ഒരുവിധം ചാറായി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ മൂടി വെച്ച് വേവിക്കാം. ഞാൻ ആദ്യം പരിപ്പ് വേവിച്ചപ്പോൾ സോൾട്ട് ഇട്ടിട്ടില്ലായിരുന്നു, ഉപ്പിട്ടില്ലായിരുന്നു. അപ്പം ഇനി വെന്ത് കഴിയുമ്പോഴാണ് ഞാൻ ഉപ്പിടുന്നത്. ഇനി അതിലോട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് റെഡ് ചില്ലി ഇടുക, പിന്നെ കറി ലീവ്സ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഷാലോട്ട്സ് ഇട്ട് ചെറിയുള്ളി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടില്ല, അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. അപ്പോൾ നിങ്ങൾ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറുകി വരും കുറച്ച് കഴിയുമ്പോൾ, അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ആവശ്യാനുസരണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യില്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.